പൂർവ്വശ്ലോകത്തിൽ മോക്ഷം ശിഷ്യൻ പറഞ്ഞു, ആത്മാവിനെ അനാത്മാവിനെ അറിയണമെന്നൊക്കെ പറഞ്ഞു അല്ലേ. ആത്മസാക്ഷാത്കാരം ആഗ്രഹിച്ചു വന്നിരിക്കുന്ന യഥാർത്ഥമായ ജിജ്ഞാസുവായ ശിഷ്യനാണ് ഇവിടെ വിവേകചൂടാമണിയിൽ നമ്മൾ പരിചയപ്പെട്ടത്. എന്നിട്ടും ഒന്നും കൂടി ആ ശിഷ്യന് താക്കീത് കൊടുക്കുക. നിനക്ക് വേണ്ടത് മോക്ഷമാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഒന്നാമത്തെ യോഗ്യത മനഃശുദ്ധിയാണ്. അഥവാ അനിത്യവസ്തുക്കളിൽ, നശ്വരങ്ങളായ അനിത്യങ്ങളായ വസ്തുക്കളിലുള്ള വൈരാഗ്യമാണ്. സുദൃഢമായ വിവേകം കൊണ്ട് അതുണ്ടാവും. പിന്നെ മനസ്സിന്റെ നിയന്ത്രണവും ഇന്ദ്രിയ നിയന്ത്രണവും സഹനശക്തിയും തിരിക്ഷയുമാണ് എന്ന് പറഞ്ഞു. സ്വാർത്ഥകർമ്മങ്ങളെ വെടിയണം, കാമ്യകർമ്മങ്ങളിൽ മുഴുകാണ്ടിരിക്കണം, നിഷിദ്ധകർമ്മങ്ങൾ ചെയ്യാണ്ടിരിക്കണം, സ്വധർമ്മമായ കർത്തവ്യമായ കർമാനുഷ്ഠാനങ്ങൾ ചിത്തശുദ്ധി കൈവരണ വരെ ഭഗവതർപ്പണമായി ചെയ്യും വേണം. അതിനുശേഷം അങ്ങനെ മനഃശുദ്ധിയും വിവേക വൈരാഗ്യങ്ങളും ശമതമാദികളൊക്കെ കൈവന്നു എന്ന് വന്നാലോ അയാൾ അടുത്ത സ്റ്റേജിലേക്ക് യോഗ്യനായി. മനസ്സിലായോ? അതുവരെ അയാൾ യോഗ്യനല്ല. ഏത് ധ്യാനം എന്ന അടുത്ത സ്റ്റേജ്, അതിന് യോഗ്യനാവും. പിന്നെ അയാൾ എന്ത് ചെയ്യണം? പിന്നെയും വ്യർത്ഥമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ സംസാരത്തിൽ കറങ്ങി നടക്കല്ല വേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? 70-ാം ശ്ലോകം പറയണു. തദശ്രുതിസ്തൻ മനനം സസത്വ ധ്യാനം ചിരം നിത്യനിരന്തരം മുനേ തതോ വികൽപ്പം പരമേത്യ വിദ്വാൻ ഇഹൈവ നിർവാണസുഖം സമൃച്ഛതി. തതഃ ശ്രുതിസ്തന്മനനം സതത്വ ധ്യാനം ചിരം നിത്യനിരന്തരം മുനേഃ തതോ വികൽപ്പം പരമേത്യ വിദ്വാൻ ഇഹൈവ നിർവാണസുഖം സമൃച്ഛതി. തതഃ അതിനുശേഷം ഏത് വിവേകവൈരാഗ്യങ്ങളും ശമതമാദികളൊക്കെ കൈവരിച്ച ഒരു സാധകൻ ചിത്തശുദ്ധി വരുന്നാൽ പിന്നെന്ത് ചെയ്യണം? ലൗകിക കർമ്മങ്ങളെ വെടിഞ്ഞ് ഒരു ഗുരുവിനെ സമീപിച്ച് തഥാ ശ്രുതി ഗുരുമുഖത്തുനിന്ന് വേദാന്തവാക്യത്തെ അർത്ഥത്തോടുകൂടി ശ്രവണം ചെയ്യണം. ശ്രുതിച്ച ശ്രവണം. ഗുരു ഇത്ര ആവശ്യിച്ച ഒരാളാണ് ഗുരുവിനെ സമീപിക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഗുരുമുഖത്ത് നിന്ന് വേദാന്തവാക്യ ശ്രവണം, ശാസ്ത്രശ്രവണം ചെയ്യണം. ശ്രവണം ചെയ്താൽ മതിയോ? മനനം, തന്മനനം, ഗുരുപദേശത്തു നിന്ന് കേട്ടതിനെ കുറിച്ച് യുക്തിപൂർവം ചിന്തിച്ചുറപ്പിക്കണം. ഒരു പറഞ്ഞവും നീ ശരീരമല്ല, നീ ആത്മാവാണ്. എങ്ങനെയാണ് അതായത്? എങ്ങനെയാ ഇത്രയും കാലം എൻ്റെ വിചാരം ശരീരമാണെന്നല്ലേ, എങ്ങനെയാ ശരീരം അല്ലാണ്ടാവും? അപ്പൊ അതിന് യുക്തികൾ ഗുരു പറഞ്ഞിട്ടുണ്ട്. എന്ത്? ശരീരം ദൃശ്യമായതുകൊണ്ട്, അത് ജഡമായതുകൊണ്ട്, അത് പരിണാമമുള്ളത് കൊണ്ട്, ഇങ്ങനെ യുക്തികൾ പറഞ്ഞിട്ടുണ്ട്. ജഡമായത് ശരീരം ജഡമാണ്, ഞാൻ ജഡമാണോ? ശരീരം ജഡമാണ്, ജഡമാണ് ഞാനുമെങ്കിൽ, ശരീരത്തെപ്പോൾ ജഡവസ്തുവാണ് ഞാനെങ്കിൽ എനിക്ക് ശരീരത്തിനെ അറിയാൻ ഒക്കില്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം, ഞാൻ ചൈതന്യസ്വരൂപനാണ്, ഞാൻ ബോധസ്വരൂപനാണ്, ശരീരം ജഡമാണ്. സ്വയം അറിയണില്ല, മറ്റൊന്നിനെ അറിയണില്ല. ഞാൻ ഉണ്ട് സ്വയം അറിയണു, തന്നെ അറിയണു, തന്നിൽ നിന്ന് അന്യമായ ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിയൊക്കെ അറിയണു, ഈ ലോകത്തെ അറിയുന്നു. അതിൽ നിന്ന് വ്യക്തമല്ലേ ഞാൻ ശരീരമല്ലെന്ന്. രണ്ടാമത് ശരീരം ദൃശ്യമാണ്, എൻ്റെ അറിവിന് വിഷയമാണ്, ഞാൻ അതിനെ കാണുന്നവനാണ്, ദ്രഷ്ടാവാണ്. കാണുന്നവനും കാണപ്പെടുന്ന വസ്തു രണ്ടും ഒന്നാവാൻ പറ്റില്ലല്ലോ. ഇതിന് ശരീരത്തിൽ പരിണാമമുണ്ട്, മാറ്റമുണ്ട്. ശരീരത്തിന് മാറ്റമുണ്ടെന്ന് അറിയണ ആരാ? ഞാൻ. ഞാൻ മാറുന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ മാറ്റത്തെ അറിയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ അപ്പൊ ഗുരുവിന്ന് ശാസ്ത്രത്തെ ശ്രവണം ചെയ്യണം. അതിനുശേഷം പിന്നെന്ത് ചെയ്യണം? ആ ഗുരുപദേശത്തെ യുക്തിപൂർവം ചിന്തിച്ചുറപ്പിക്കണം. അതാണ് തന്മനനം. ആ കേട്ടതിനെ കുറിച്ച് മനനം ചെയ്യണം ശാസ്ത്രാനുസാരിയായിട്ട്. പിന്നെന്ത് ചെയ്യണം? സതത്വധ്യാനം ചിരം നിത്യനിരന്തരം മുനേ. എന്ത് ചെയ്യണം? പിന്നെ നിരന്തരം, വളരെ കാലം ആ തൻ്റെ വാസ്തവ സ്വരൂപം യുക്തി കൊണ്ട് ഉറച്ചു കിട്ടിയതായ ആ ആത്മസ്വരൂപത്തെക്കുറിച്ച് നിരന്തരം ധ്യാനിക്കണം. ദീർഘകാലം ഇടവിടാതെ ധ്യാനിക്കണം. അതിൻ്റെ ഫലമായിട്ട് വികൽപ്പം പരമേത്യ, സംശയങ്ങളൊക്കെ തീർന്ന്, എല്ലാ സംശയങ്ങളും തീർന്ന് ഈ ധ്യാനത്തിലൂടെ വിദ്വാനും മുനിയുമായിട്ടതായ സാധകൻ പരമമായ ആ ആത്മതത്വത്തെ സാക്ഷാത്കരിച്ച് ആ നിർവികൽപ്പ സമാധിയെ പ്രാപിച്ച് ഇഹൈവ, ഈ ജന്മത്തിൽ തന്നെ നിർവാണസുഖം, ആ അനന്തമായ ആത്മസുഖം, ബ്രഹ്മാനന്ദം ഈ ജന്മത്തിൽ തന്നെ ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കുന്നു. മുക്തിസൗധം
അയാൾ കയറുന്നു എന്നർത്ഥം. എന്ത് വേണം? നോക്കൂ, ശ്രവണം പോലും ആരോടെ പറഞ്ഞത്? വിവേക വൈരാഗ്യ ശമതമാദികളൊക്കെ ഉള്ള ഒരാളാണ് ലൗകിക കർമ്മങ്ങൾ വെടിഞ്ഞ് ആശ്രമത്തിൽ പോയി ഗുരുവിനെ സമീപിച്ച് ഗുരുപസക്തി ചെയ്ത് ഗുരുവിൽ നിന്ന് ശ്രവണവും മനനവും ധ്യാനവും ഒക്കെ പരിശീലിക്കാൻ പറഞ്ഞത്. അല്ലാത്ത ആൾ അവിടെ പോയി കഴിഞ്ഞാലും അയാൾക്ക് വേണ്ട പോലെ ശ്രവണം ചെയ്യാൻ പറ്റില്ല, ശ്രവണം ചെയ്താൽ മനനം ചെയ്യാൻ പറ്റില്ല, മനനം ചെയ്താൽ ധ്യാനം ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ പറ്റണമെങ്കിൽ അതിന് മുന്നോടി പറഞ്ഞൊക്കെ ചെയ്യട്ടെ. അപ്പൊ ചിത്തശുദ്ധി വേണം, ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യലാണ്. അതുകൊണ്ട് തുടക്കത്തിൽ ഭഗവാൻ പറയണത് അതുകൊണ്ട് കർമ്മയോഗം വളരെ പ്രധാനപ്പെട്ടതാ. കർമ്മയോഗത്തിലൂടെ ധ്യാനയോഗത്തിലെത്താൻ പറ്റുള്ളൂ, ജ്ഞാനയോഗത്തിലെത്താൻ പറ്റുള്ളൂ. ഗീതയിലൊക്കെ അർജുനൻ ചോദിക്കണല്ലേ, കർമ്മമല്ലേ ചെയ്യേണ്ടത്, ജ്ഞാനമാണ് ശ്രേഷ്ഠമെങ്കിൽ എന്നോട് തന്നെ കർമ്മം ചെയ്യാൻ പറയണേ. ഇവിടെ കർമ്മം കൂടാതെ മനഃശുദ്ധി കൂടാതെ ജ്ഞാനമോ ധ്യാനിക്കാനുള്ള കഴിവുണ്ടാവില്ല ഒരാൾക്ക്. അതുകൊണ്ടാണ് ശാസ്ത്രം ശരിയായി മനസ്സിലാക്കിയ ഒരാൾക്ക് കൺഫ്യൂഷൻ അല്ലാത്തവരാണ് മനസ്സിന് വേണ്ട പോലെ പാകപ്പെടുത്താതെയും വിവേക വൈരാഗ്യങ്ങളില്ലാതെയും ശമതമാദികളില്ലാതെയും ഉടനെ എല്ലാ ലൗകിക കർമ്മങ്ങളും വെടിഞ്ഞു ഉത്തരവാദിത്വങ്ങളൊക്കെ വിട്ട് ഏതെങ്കിലും ആശ്രമത്തിൽ പോയി താമസിച്ചിട്ട് അവിടെ പോയിട്ട് ഒരു കല്ലായിരിക്കുക. ഒരു വികാസം ഉണ്ടാവണില്ല, ആന്തര വികാസം. എന്താ കാരണം? അവിടെ പോയിട്ട് ആൾക്ക് ശ്രവണവും ഇല്ല, മനനവും ഇല്ല, ധ്യാനവും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഈവൻ ശ്രവണം ചെയ്യണമെങ്കിൽ തന്നെ ആ ശ്രവണത്തോടെ കഴിഞ്ഞു. അതിന് തത്വത്തിലെ വിവക്ഷിതാർത്ഥത്തെക്കുറിച്ച് സൂക്ഷ്മമായി ചിന്തിക്കാനോ മനനധ്യാനാദികൾ ചെയ്യാനോ അയാൾക്കായിട്ടില്ല, ആവണില്ല. കാരണം അയാളുടെ മനസ്സാ പാകപ്പെട്ടിട്ടില്ല. അങ്ങനെ അബദ്ധം പറ്റരുത് എന്ന് സൂചിപ്പിക്കണം. ഈ ഗ്രന്ഥപഠനം യഥാർത്ഥ സാധകന് ഒരു പുഷിംഗ് ആണ്. അതിന് മോക്ഷത്തിന് സഹായകമാണ്. അല്ലാത്തവർക്കോ എന്തുകൊണ്ടാണ് എനിക്ക് ശ്രവണം ചെയ്തിട്ടും കിട്ടാത്തത് എന്നുള്ളതിനുള്ള മറുപടിയുമാണെന്നത്. അപ്പൊ ഒരു ദിവസം 2 ദിവസം ചെയ്താൽ മതിയോ? പോരാ. ധ്യാനം എങ്ങനെ ചെയ്യണം? തത്വധ്യാനം, ആത്മതത്വത്തെക്കുറിച്ചുള്ള വിചാരം ചിരം ച വളരെക്കാലം, നിരന്തരം മുറിവില്ലാതെ നിത്യം ചെയ്യണം. അങ്ങനെയുള്ള മുനെ മനനശീലവാൻ, ആത്മതത്വത്തെ മനനം ചെയ്യുന്ന വിചാരം ചെയ്യുന്ന ആള് വികല്പം സംശയങ്ങളെല്ലാം തീർന്ന് അയാള് ആ പരമാത്മതത്വം സാക്ഷാത്കരിച്ച് നിർവാണസുഖം മോക്ഷസുഖം ഇവിടെ വച്ച് ഇപ്പൊ തന്നെ അനുഭവിക്കാൻ ഇടയായിത്തീരുന്നു. അത് ഗ്യാരണ്ടിയാണ് ഗുരുവിന്റെ. ഈ പറയാൻ മാതിരിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിത്യനിരന്തരം ചിരം, 3 പദമാണ്. നിത്യം നിരന്തരം ചിരം ധ്യാനം അനുഷ്ഠിക്കേണ്ടത്. ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് അതൊന്നും പറയാൻ പറ്റില്ല. വളരെ കാലം ആ ഏകചിന്തനത്തിൽ അങ്ങനെ ഏർപ്പെട്ട് വാസനകളൊക്കെ ക്ഷയിക്കണം. പൂർണ്ണ സൂക്ഷ്മമായ വാസനകൾ ക്ഷമയോടുകൂടി വളരെയധികം അവധാനതയോടുകൂടി ശ്രദ്ധയോടുകൂടി അങ്ങനെ ധ്യാനം വളരെ കാലം അനുഭവിച്ചാൽ പരമനിർവാണാവസ്ഥ, സ്ഥിതപ്രജ്ഞത്വം അല്ലെങ്കിൽ ബ്രഹ്മാനന്ദം അല്ലെങ്കിൽ മോക്ഷസുഖം ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കാം. ചിന്തകളൊക്കെ കെട്ടടങ്ങിയ അവസ്ഥയ്ക്കാണ് നിർവാണം എന്ന് പറയുന്നത്. വാണം എന്ന് പറഞ്ഞാൽ ചിന്തകളാണ്. ഓരോ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ ചിന്തകളൊക്കെ ആ ആത്മചിന്തനത്തിൽ ഏർപ്പെടുന്ന ധ്യാന സാധകന്റെ ആ മനസ്സിൽ ആ അന്യചിന്തകളൊക്കെ അന്യചിന്തകളൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ സാക്ഷി ചിന്തനത്തിൽ മാത്രം ഏർപ്പെട്ട് ആ ചിന്തനവും ഇല്ലാണ്ടായി തീരുന്ന അവസ്ഥ. അങ്ങനെ ഒരു ചിന്തയും ഇല്ലാതാവുന്ന ആ അവസ്ഥ. ചിന്താരഹിതോ ഹൃദാഖ്യ എന്ന് രമണ മഹർഷി പറയുന്ന അവസ്ഥ. ചിന്തകൾ പൂർണ്ണമായി കെട്ടടങ്ങി ദ്രഷ്ടാവും ദൃശ്യവും ദർശനവും ഇല്ലാണ്ടാവുന്ന അവസ്ഥ, ത്രിപിടി മുടിഞ്ഞിരിക്കുന്ന ആ അവസ്ഥ, മനസ്സിലെ ഇല്ലാണ്ടായിത്തീരുന്ന അവസ്ഥ. മനസാക്ഷിയായ ഭഗവാനിൽ പരമാത്മാവിൽ ഏകീഭവിച്ച് ഒന്നായിത്തീരുന്ന അവസ്ഥ. ധ്യാനം പോലും നിലച്ച് നിർവികൽപ്പ സമാധിയിൽ ആത്മാനുഭവം കൈവരിക്കുന്നു. അങ്ങനെ ശിഷ്യന്റെ ചോദ്യത്തിന് ചുരുക്കി മറുപടി പറഞ്ഞു. വിസ്തരിച്ച് പറയും. ഹരിയോ.